ശബരിമലയിൽ സ്വർണ്ണമോഷണം നടത്തിയതിൽ 476 ഗ്രാം സ്വർണം ബെല്ലാരിയിൽ നിന്ന് SIT ടീം കണ്ടെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT ടീം ബാംഗ്ലൂർ ബെല്ലാരിയിലൊക്കെ കഴിഞ്ഞ ദിവസം പോയിരുന്നു. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണത്തിൻ്റെ ഒരു ഭാഗം ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണക്കടക്കാരന് കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ. അതനുസരിച്ച് SIT പോയി. അവിടെ പോയി ഗോവർദ്ധനെ ബെല്ലാരിയിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയിൽ ചെന്നു. അവിടെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, SIT ടീമുമുണ്ട്, കുറ്റസമ്മത മൊഴിയുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ 476 ഗ്രാം സ്വർണം SIT ടീം കണ്ടെടുത്തു. ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് 27 സെക്ഷൻ അനുസരിച്ച് ആണ് ഇത് കസ്റ്റഡിയിലെടുത്തത്. തൊണ്ടി മുതലായിട്ടാണ് കസ്റ്റഡി എടുത്തത്. വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസാണ്. ഒരാൾക്ക് ശിക്ഷ കിട്ടാനുള്ള ഒരു എവിഡൻസാണ് 27 റിക്കവറി, അല്ലെങ്കിൽ 27 എവിഡൻസ് ആക്ട് 27 പ്രകാരമുള്ള റിക്കവറി. അതൊരു പ്രതി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന സ്ഥലത്താണ് ആ സ്വർണം കൊടുത്തതെന്ന് അറിയാൻ പോലീസിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കഴിയുകയുള്ളൂ. അയാളുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. അയാൾ രഹസ്യമായി കൊണ്ട് വിറ്റതാണ്. ആ സ്ഥലം പോലീസിൻ്റെ അടുത്ത് കൺഫസ് ചെയ്ത് കുറ്റസമ്മത മൊഴിയിൽ ബെല്ലാരിയിൽ നിന്ന് 476 ഗ്രാം അതനുസരിച്ച് പോലീസ് കണ്ടെടുത്തു. അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അവിടുത്തെ കട്ടളയിൽ നിന്നും മോഷ്ടിച്ചെടുത്ത സ്വർണം തന്നെയാണ്. അതിന് ആ അറസ്റ്റോടുകൂടി ആ സംഭവം ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കാൻ അവസരം കൊടുത്തത് അവിടുത്തെ ചുമതല വഹിച്ചിരുന്ന അവിടുത്തെ നേരത്തെ അദ്ദേഹം ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അതിനുശേഷം ഈ 2-3 മാസം മുമ്പ് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. ഇനി മുരാരി ബാബുവിനെ കസ്റ്റഡി കിട്ടണം. മുരാരി ബാബുവിനെയും അതേസമയത്ത് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്തിട്ട് വേണം അടുത്ത നടപടിയിലേക്ക് പോകാൻ. മുരാരി ബാബുവിനെ ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടെങ്കിലും പോലീസ് പ്രൊഡക്ഷൻ വാറന്റിന് അപേക്ഷിച്ചു. കോടതി കൊണ്ടുവന്ന ശേഷം അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കും എന്നാണ് കരുതുന്നത്. രണ്ടുപേരെയും കൂടെ ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യൽ SIT നടത്തണം. 476 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം നമുക്കറിയാം 64 ലക്ഷം രൂപയുടെ 80 പവനോളം വരുന്ന സ്വർണമാണ്. ശബരിമലയിൽ എത്രത്തോളം സ്വർണം കൊണ്ടുപോയെന്ന് ഇതുവരെ ഒരു കൺക്ലൂസീവായിട്ട് അന്വേഷണ SITക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിൻ്റെ ഒരു ഭാഗം വിറ്റത് ബെല്ലാരിയിലായിരുന്നു. അത് അതിൻ്റെ ഉടമ, അവിടുത്തെ സ്വർണ്ണക്കടയുടെ ഉടമ ഗോവർദ്ധനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടിരുന്നു. അദ്ദേഹം ആ സാധനം ഇപ്പോൾ കൊടുത്തു. അത് നല്ലൊരു എവിഡൻഷ്യൽ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ്. പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ പര്യാപ്തമായ ഒരു റിക്കവറിയാണത്. ഇതിനോടനുബന്ധിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയ മുരാരി ബാബു, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അല്പം മോശകരമായ അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം 1994 അദ്ദേഹം കേരള പോലീസിൽ റിക്രൂട്ട് ചെയ്തു. 94 ട്രെയിനിങ് കഴിഞ്ഞിട്ട് KAP 4th ജോയിൻ ചെയ്തു. പക്ഷേ അത് അവിടുന്ന് പിരിച്ചു വിടുകയാണ് ഉണ്ടായത്. അത് ട്രെയിനിങ്ങിന് മാത്രം ചിലപ്പോൾ ഒരു അനുവാദം കോടതി കൊടുത്തിട്ട് അങ്ങനെ വന്നതായിരിക്കും. എന്തായാലും അവിടുന്ന് പിരിച്ചു വിട്ടതായിട്ടാണ് കാണാൻ. പോലീസിലെ 1 വർഷത്തോളം സേവനത്തിന് ശേഷം പിരിച്ചു വിട്ടു. 97 ദേവസ്വം ബോർഡിലെ ക്ലാർക്കായിട്ട് ജോയിൻ ചെയ്തു. ദേവസ്വം ബോർഡിൽ എംപ്ലോയി ആയി. ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിലായിരുന്നു ക്ലാർക്കായിട്ട് ആദ്യത്തെ നിയമനം. അദ്ദേഹം പ്രശസ്തമായ മധ്യ കേരളത്തിലെ പല അമ്പലത്തിലും ക്ലാർക്കായി ജോലി ചെയ്തു. വൈക്കം അമ്പലത്തിലും ഏറ്റുമാനൂരും തിരുനക്കര ക്ഷേത്രത്തിലൊക്കെ സ്ഥലം മാറ്റി ചെയ്ത് അദ്ദേഹം ക്ലാർക്കിൻ്റെ ജോലി ചെയ്തു. ഈ 3 ക്ഷേത്രത്തിലെ ആനകളെ വാടകയ്ക്ക് കരാറെടുക്കുന്നതിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ട് അന്നേ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്
ഇദ്ദേഹത്തിനെതിരായിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതെ പോയി. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആ സംഭവം നടന്നത്. അന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ ഒരല്പം തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. സ്വർണ്ണപ്രഭയിൽ 3 നാഗപ്പാളികൾ വിളക്കി ചേർത്തതും ഏറ്റുമാനൂർ ഈ കത്തലിന് ശേഷമായിരിക്കണം സ്വർണ്ണപ്രഭയിലെ 3 നാഗപ്പാളികളെ വിളക്കി ചേർത്തത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പം ആ പഴയ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള സമാനമായ തട്ടിപ്പുകളിലേക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ക്ലാർക്കായിരുന്ന സന്ദർഭം മുതൽ ആരോപണങ്ങളുണ്ട്. CITU നിയന്ത്രണത്തിലുള്ള എംപ്ലോയീസ് കോർഡിനേഷൻ ഫെഡറേഷനിലായിരുന്നു അദ്ദേഹത്തിന്, അതിലെ അംഗമായിരുന്നു അദ്ദേഹം. എന്തായാലും ശബരിമലയിൽ ഇനി റിക്കവറി ചെയ്യേണ്ട സ്വർണങ്ങൾ ധാരാളമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തിരികെ SIT വന്ന് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കണം. 14 ദിവസം കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ വീണ്ടും കസ്റ്റഡി ചോദിക്കും. 2 FIR എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ. അത് 2 FIRലും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2 FIRലും ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു മുരാരി ബാബു. അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള അന്വേഷണത്തിൻ്റെ പോക്കിൽ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിന് ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പടിയൊക്കെ ശബരിമലയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാനുള്ള അധികാരം ഉണ്ടോ? അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും മറ്റും ആൾക്കാർ കൺസെൻറ്റ് അദ്ദേഹം വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അങ്ങനെ വാങ്ങിക്കാതെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരും 120B ഗൂഢാലോചനയെ ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡൻറ്റും അന്നത്തെ മെമ്പർമാരും തീർച്ചയായിട്ടും പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, മുരാരി ബാബു ആണ് മഹസർ എഴുതി ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് മഹസർ എഴുതി ഈ സാധനം ഇവരെ കൈവശം ഏൽപ്പിച്ചതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ നിന്ന് കൊണ്ടുപോയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നോമിനി ഒരാളാണത് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് മഹസർ എഴുതി കൊടുക്കുമ്പം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അനുമതിയുടെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ അവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. അപ്പം ദേവസ്വം ബോർഡിൽ അന്നത്തെ പ്രസിഡന്റ് ആരാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് 2 പേരാരാണ്, അവരും ഈ കേസിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് വന്നേ പറ്റുള്ളൂ. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള 6-7 പേര് ദേവസ്വം ബോർഡിലുണ്ട്. ആ സമയത്ത് അവർക്കെല്ലാവർക്കും നോളജുണ്ട്, അറിവുണ്ട്. അവർക്ക് ഈ കേസിലും പ്രതിയാകും. അവരെ പലരും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SITയുടെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് ഇത് പ്രതിയാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇപ്പം മുരാരി ബാബു. ഇനി തുടർച്ചയായിട്ട് 6-7 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവരവരുടെ റോള് എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷമായിരിക്കണം SIT ഇനി അവരെ അറസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതേസമയത്ത് 120B ഗൂഢാലോചന ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതിയില്ലാതെ സാധനങ്ങൾ വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രസിഡന്റ് അങ്ങനെ വെളിയിൽ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അന്നത്തെ മന്ത്രി ആരാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി, ആ മന്ത്രിയുടെ അനുമതി ഇല്ലാതെയും അത് കൊണ്ടുപോകാൻ കഴിയില്ല. അറിവുണ്ടായിരിക്കും, നോളജ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ മന്ത്രിയായിട്ട് ആ ഗവൺമെൻറ്റിൽ ഇരിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ക്ഷേത്രം ദേവസ്വം ബോർഡിലുള്ളത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിലുള്ളത് ശബരിമല തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ഓരോ നീക്കങ്ങളും ഓരോ സംഭവങ്ങളും ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി മന്ത്രിയെ രക്ഷിക്കണമെന്ന് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ മന്ത്രിയെ രക്ഷിച്ചോളൂ, മന്ത്രി അറിയാതെയാണ് താൻ കൊടുത്ത് അയച്ചത് എന്നുള്ള കുറ്റം ഏറ്റുപറയേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ SITയുടെ നീക്കമനുസരിച്ച് ഒരു കേസിന് ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള റിക്കവറി നടന്നു കഴിഞ്ഞു. 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് 27 വകുപ്പ് അനുസരിച്ച് ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ റിക്കവറിയോടെ നടന്നു. അതിനകത്ത് ഗോവർദ്ധനെ പ്രതിയാക്കുമോ ഇല്ലയോ എന്നുള്ളത്
അന്വേഷണത്തിന് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ കുറ്റച്ചാർജ് എഴുതുന്ന സന്ദർഭത്തിൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇത്രയോ കൊടുത്തിട്ടുള്ളോ, യഥാർത്ഥത്തിൽ അവിടുന്ന് എത്ര പോയി, മോഷണം പോയി, അതിൻ്റെ എത്ര ഭാഗത്തോളം ഇങ്ങേര് വാങ്ങിച്ചു എന്നുള്ളത്, ആ വാങ്ങിച്ചതെല്ലാം കൃത്യമായിട്ട് തന്നോ, അതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിശ്ചയിക്കാൻ കഴിയുള്ളൂ. സ്വർണം കൊടുത്തയാൾ സാക്ഷിയാകുന്നത് ഉത്തമമായിരിക്കും. കാരണം സത്യം പറയുമല്ലോ കോടതിയിൽ. അങ്ങനെയാണെങ്കിൽ പോലീസ് അത് പരിഗണിക്കും. അല്ലെങ്കിൽ ഇനിയും സ്വർണം അതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്, അങ്ങേരും കൂടെ ഈ സ്വർണം വാങ്ങിച്ചതിനകത്ത് ശബരിമല സ്വർണം തന്നെയാണ് എന്ന് അറിഞ്ഞ് വാങ്ങിച്ചതാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപ്പറ്റി പോലീസ് ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. കുറ്റച്ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധനൻ സാക്ഷിയായിട്ട് തന്നെ നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്.